സ്വാഗതം. സയന ടാരക്കാട് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് രണ്ട് സന്ദേശങ്ങളാണ് ഏഞ്ചൽസ് നമ്മുടെ രണ്ട് പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് വേണ്ടി ഞാൻ ആദ്യത്തെ കാർഡ് എടുക്കുന്നു. ഈ രണ്ട് കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ താങ്കൾ നേരിടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കും. അതിന് ഏഞ്ചൽസിന് എന്ത് ഉത്തരമാണ് പറയാനുള്ളതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് രണ്ട് കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ റീഡിംഗ് താങ്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ വന്ന അതേ കാർഡ് തന്നെയാണ്, യാദൃശ്ചികമൊന്നുമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു ഇതാണ്. എന്ത് ചൂസ് ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ച് വിഷമിക്കുകയാണ്. അതിൽ ചിലത് ഡേഞ്ചറസ് ആണ്, നമുക്കറിയാം. സ്നേക്ക് വരുന്നുണ്ട്, ഇതിനുള്ളിൽ ഒരു ബാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്, അതായത് വവ്വാല്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വളരെ നമ്മളൊരു ആശങ്കയിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് സന്ദേശമാണ് എന്ന് ഏഞ്ചൽസിൻ്റെ പറയാനുള്ള വെച്ചപ്പോൾ സക്സസ് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നൊരു കാർഡാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ചെടുക്കുന്നൊരു തീരുമാനം ശരിയായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ ആലോചിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം വിജയമായിരിക്കും. അപ്പോൾ തീരുമാനം എടുത്തോളൂ എന്നാണ് ഏഞ്ചൽസ് അതിൽ പറയുന്നത്. ഇനി ഈ കാർഡ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയുടെയും ഗൃഹാതുരത്തിൻ്റെയും കാർഡാണ്. പൊതുവേ ഈ കാർഡ് വരുമ്പോൾ നമ്മൾ മുൻപ് ഇഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, അവരുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അത് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കാലത്ത് നമ്മളൊരു നല്ല നിമിഷം, അല്ലെങ്കിൽ നല്ലൊരു കാലഘട്ടം, നല്ലൊരു വ്യക്തി, അതിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡിൻ്റെ അർത്ഥം. ഇതിൽ എന്ത് ഗൈഡൻസാണ് ഏഞ്ചൽസിന് തരാനുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇഫ് യു ബിലീവ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ വിശ്വസിച്ചാൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പഴയൊരു കാലം അതിൽ അതേപോലെ അല്ലെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ഡിസ്റ്റൻസിലുള്ള കപ്പിൾസ് അവർ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. മക്കളുടെ അങ്ങനെ നമ്മൾ എന്താണോ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്നത് അത് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസ് താങ്കൾ അറിയിക്കുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.